Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ യു.എസ്. വിപണിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷിച്ചതിലും ഉയർന്ന കണക്കുകളൊക്കെ തന്നെ വീണ്ടും ഒരു ആശങ്ക, ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യത മന്ദഗതിയിലാണെങ്കിലും ഒരു റേറ്റ് കട്ടിലേക്ക് നയിക്കുമെന്നുള്ള പ്രതീക്ഷകൾക്ക് ഒരു മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെ വരുന്നത് വിപണിയിൽ ഒരു ആശങ്ക ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും യു.എസ്. വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഷോർട്ട് ടേമിൽ യു.എസ്. വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മൾ അമേരിക്കയിലുള്ള ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഫെബ്രുവരി 23 ആയിരുന്നു ഓൾ ടൈം ഹൈ 39,282. ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം ഡൗ ജോൺസ് ഇൻഡെക്സ് ഒരു കൺസോൾട്ടേഷൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് 38,400 മേജർ സപ്പോർട്ടും 39,200 39,300 മേജർ ഒരു റെസിസ്റ്റൻസ് ലെവലും. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ രണ്ട് ലെവൽ തന്നെയായിരിക്കും. 38,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അറൌണ്ട് 18,000, നാസ്ഡാക്ക് 100 ഇൻഡെക്സിന്റെ കേസിൽ അറൌണ്ട് 18,400 നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത്. ആൻഡ് മേജർ സപ്പോർട്ട് 17,700 പോയിന്റിൽ. കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രെന്റ് ക്രൂഡ് ഡെറിവേറ്റീവ്സിൽ 0.14% ഒരു ഇടിവിൽ ബാരലിന് 85.3 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബ്രെന്റ് ക്രൂഡ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡുമായി ബന്ധപ്പെട്ട സാറിന്റെ മുന്നോട്ടേക്ക് ഉള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ ഔട്ട്ലുക്ക് കുറെ കൂടെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ $80 ആയിരുന്നു. ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ $81.62 ക്ലോസ് ചെയ്തിരിക്കുന്ന $81.08 ആയിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നലത്തെ ഹൈ, അതായത് 81.62 ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദിസ് മൊമെന്റ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. തുടക്കത്തിൽ പ്രിയ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ അല്പം നെഗറ്റീവ് ആയിരുന്നു എന്ന്. ആൻഡ് ദാറ്റ് ഐ തിങ്ക് ഇസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് കൺസേൺ. കാര്യം എന്തെന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് ഇൻഫ്ലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ തന്നെ ഗോൾഡിലേക്ക് വരുന്ന സമയത്തും ഒരു നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രായ് ഔൺസിന് 2,162 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ 4 സെഷൻസിന് മുൻപായിരുന്നു ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് സ്വർണത്തിൽ കാണാൻ സാധിച്ചത് $2,203. സോ ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ 4 സെഷൻസ് ആയിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും ആസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ലോങ് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ $2,140, അതിനെ തുടർന്ന് $2,220. ബട്ട് അതിന് മുൻപ് തന്നെ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഇന്നൊരു ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ $2,185 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്കൊരു $10-20 കുതിപ്പ് നമുക്ക് സ്വർണത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബുധനാഴ്ചത്തെ ഒരു സെഷനിൽ ഉണ്ടായിട്ടുള്ള കനത്ത ഇടിവിൽ നിന്ന് ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും 22,150 അടുത്ത് തന്നെയായിരുന്നു ആഭ്യന്തര വിപണി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 22,204 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. തുടക്ക നിമിഷങ്ങളിൽ ഒരു മന്ദഗതിയിലായിരുന്നു വ്യാപാരം ആരംഭിച്ചതെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടുള്ള ഒരു നിമിഷങ്ങളിലൊക്കെ തന്നെ സൂചികകളിലൊക്കെ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പല ഓഹരികളും പ്രത്യേകിച്ചും അദാനി ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 സെഷൻസ് ആയിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്.
ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നിഫ്റ്റി 50യുടെ അണ്ടർലൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ട്രെൻഡിലെ മാറ്റം ഒന്നും തന്നെ വന്നിട്ടില്ല. ബട്ട് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ നിഫ്റ്റി 50യുടെ കേസിൽ 21,700 പോയിന്റ് ആയിരിക്കണം. 21,700 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം വിൽ ടേൺ ബെയറിഷ്. ബട്ട് അറ്റ് ദ സെയിം ടൈം തിരിച്ച് നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ കാണണമെങ്കിൽ 22,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരേ ഒരു സ്റ്റോക്ക് HDFC ബാങ്ക് ആയിരിക്കണം. HDFC ബാങ്കിന് ഇന്ന് നിലവിൽ നിഫ്റ്റി 50യിൽ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്. ആൻഡ് ഒരു 2-3 മാസം നീണ്ടു നിന്ന ഒരു കറക്ഷനെ തുടർന്ന് HDFC ബാങ്കിന്റെ കേസിൽ വളരെ നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം റെഡി ആയിട്ടുണ്ട്. സോ വി ഹാവ് ടു പേ ക്ലോസ് അറ്റൻഷൻ ടു HDFC ബാങ്ക്. യെസ്, അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ കാര്യം കൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 47,825 എന്നൊരു റേഞ്ചിൽ വ്യാപാരം ആരംഭിച്ചതിന് ശേഷം 47,231 ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി സൂചികയ്ക്ക് സാധിച്ചിരുന്നു. തുടക്ക വ്യാപാരത്തിൽ ഒരു ഇടിവോട് കൂടിയിട്ട് വ്യാപാരം ആരംഭിക്കുകയും പിന്നീട് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുകയും എന്നാൽ അവസാന നിമിഷങ്ങളിൽ വീണ്ടും ആ ഒരു നേട്ടം കൈവിടുന്ന സ്ഥിതിയിലേക്ക് പോയിരുന്നു. 191 പോയിന്റിന്റെ ഒരു ഇടിവോട് കൂടിയിട്ട് 46,789 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ആക്സിസ് ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക് മുതലായിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ജനുവരി മാസത്തിലായിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് നല്ലൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ കഴിഞ്ഞ 4-5 സെഷൻസിൽ നടന്നിരിക്കുന്ന കറക്ഷൻ നമുക്ക് ആക്ച്വലി ഒരു ബൈയിങ് അവസരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 46,300. ആൻഡ് ഇന്ന് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 47,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ 47,300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒത്തിരി ബാങ്കിങ് സ്റ്റോക്സിൽ എൻട്രി അവസരം ലഭിക്കും. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് 1 is HDFC ബാങ്ക്, സെക്കൻഡ് is സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത്, ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും താങ്കൾ ഈ ഒരു ബാങ്കിങ് സ്റ്റോക്കുകൾ അല്ലാതെ മറ്റേതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അറ്റ് ദ മൊമെന്റ് വേറെ ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ കാര്യമായിട്ടൊരു ലോ റിസ്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ഇന്നലത്തെ ഒരു വീഴ്ചയെ തുടർന്ന് 138 രൂപയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. 138 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. യെസ്, അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ഓഹരികളെ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിൽ വിപ്രോയുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നത്, കമ്പനി ഡെസ്ജാർഡിൻസ് എന്നൊരു ഫിനാൻഷ്യൽ കമ്പനിയുമായിട്ട് ഒരു കരാർ പ്രഖ്യാപിച്ചു എന്ന് തന്നെയാണ്. വിപ്രോയുടെ ഒരു ഡിജിറ്റൽ ലെൻഡിംഗ് സേവനങ്ങൾ പ്രാപ്തമാക്കുന്ന നെറ്റ് ഓക്സിജൻ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഇത്തരത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് പ്രാപ്തമാക്കുക എന്നതാണ് കരാറിന് പിന്നിലുള്ള ലക്ഷ്യം. വിപ്രോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഏകദേശം ഒരു 2% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വിപ്രോയെ സംബന്ധിച്ച് സാറിന് ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ടേൺ അറൗണ്ട് സ്റ്റോറി എന്ന് പറയാം. കാര്യം കഴിഞ്ഞ വർഷമൊക്കെ ഇത് അണ്ടർ പെർഫോമിംഗ് ഒരു കമ്പനി ആയിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അറൗണ്ട് 375-380 രൂപയിൽ നമുക്കിതിലൊരു ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിച്ചത്. ആൻഡ് ഈ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഈ സ്റ്റോക്ക് ഒരു 52 വീക്ക് ഹൈ ആയ 545 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂസ്ലി വി ഹാവ് സീൻ സെല്ലിംഗ്. ആൻഡ് ഇന്നലത്തെ ഒരു ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് ഐ തിങ്ക് നമ്മൾ ഈ ഒരു കറക്ഷന്റെ അവസാനത്തെ ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അതേസമയം നമ്മളിപ്പോ HCL ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോൾ HCL ടെക്നോളജി ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്.
ആൻഡ് HCL ടെക്നോളജിക്ക് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് ടു ബ്രേക്ക് ഇൻ ടു എ ന്യൂ ഓൾ ടൈം ഹൈ. സോ HCL ടെക്നോളജിയിലും നമുക്ക് അതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്ത് ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ഒരുങ്ങാം. TCS കേസ് എടുക്കുമ്പോഴേക്കും TCS ഇന്നലെ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഈവൻ നമ്മൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും TCS കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് പേടിഎം തന്നെയാണ്. പേടിഎമ്മുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം അപ്ഡേഷൻസ് പല ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ പേടിഎം ഓഹരികളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 197 കമ്മ്യൂണിക്കേഷൻസിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ ആയിട്ട് UPI സേവനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അനുമതി നൽകി എന്നുള്ളത് തന്നെയാണ്. ഇത് പ്രകാരം ഒരു 4 പുതിയ ബാങ്കുകളുമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, SBI, ഒപ്പം തന്നെ യെസ് ബാങ്ക് എന്നിവ പേയ്മെന്റ് സിസ്റ്റം പ്രൊവൈഡർ ആയിട്ട് വർത്തിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പേടിഎമ്മിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നേരിയൊരു നേട്ടത്തിൽ തന്നെയായിരുന്നു പേടിഎമ്മിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 353 രൂപ ഒരു റേഞ്ചിലായിരുന്നു പേടിഎമ്മിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചെങ്കിൽ പോലും പേടിഎമ്മിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ളൊരു ഇടിവ് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വീക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 12% ഒരു നഷ്ടം പേടിഎമ്മിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേടിഎം കൈവശമുള്ള നിക്ഷേപകർ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പേടിഎമ്മിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പേടിഎമ്മിന്റെ കേസിൽ വളരെ നല്ലൊരു സപ്പോർട്ട് ബേസ് 320 രൂപയിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഇപ്പോൾ ഒരു ഹൈ റിസ്ക് ആയിട്ട് നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ 320 രൂപ നമുക്ക് സപ്പോർട്ടായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഹൈ റിസ്ക് ആയിട്ട് ഒരു പൊസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 440, അതിനെ തുടർന്ന് 510, അതിനെ തുടർന്ന് 640, ഈ 3 റെസിസ്റ്റൻസ് സോൺസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നേട്ടത്തിൽ അവസാനിപ്പിച്ച മറ്റൊരു ഓഹരിയായിരുന്നു SJVN. SJVN സംബന്ധിച്ച് കമ്പനിയുടെ ഒരു ഉപസ്ഥാപനത്തിന് ഒരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. 500 മെഗാവാട്ടിന്റെ ഒരു സോളാർ പദ്ധതിക്കാണ് കരാർ ലഭിച്ചത്. ഏകദേശം 2700 കോടി രൂപയോളം മൂല്യമുള്ള ഒരു ഓർഡർ തന്നെയായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മൂവ്മെന്റ് കഴിഞ്ഞ ദിവസത്തിൽ SJVN സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. SJVNുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? SJVN long term trend is very very bullish and കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു നല്ല കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന് 100 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അഗെയിൻ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. 98 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റോക്കില് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണണമെങ്കിൽ 125 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വിപണിയിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീറാം പിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് ഒരു ബൈ ശുപാർശ ഒരു പ്രമുഖ ബ്രോക്കറേജ് MK ഗ്ലോബൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 70% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് ടാർഗറ്റ് വില 2450 രൂപ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും EV മേഖലയിലും ഒപ്പം തന്നെ വിപണിയിലും ഒക്കെ തന്നെ വലിയ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കമ്പനി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ഇത്തരത്തിൽ ബ്രോക്കറേജ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും സെയിൽസിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്നുള്ളതും കൂടി ബ്രോക്കറേജ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പനിയുടെ മറ്റ് പോസിറ്റീവ് ഫാക്ടേഴ്സും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്തിലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിലും 47% ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് കൈവശം വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കുമ്പോഴൊക്കെ തന്നെ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ശ്രീറാം പിസ്റ്റൻസിന്റെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സ്മോൾ ക്യാപ്പാണ്. ബട്ട് മറ്റ് പല സ്മോൾ
സ്റ്റോക്ക് കമ്പനികളെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു മാനേജ്മെന്റ് ഈസ് എ വെരി ഗുഡ് മാനേജ്മെന്റ്. ആൻഡ് കാര്യമായിട്ട് അഗെയിൻ ലിക്വിഡിറ്റി വളരെ അധികം ഈ സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന് 960 രൂപയിലെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് കഴിഞ്ഞ ഒക്ടോബർ ഡിസംബർ ആ ഒരു ടൈം പീരീഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 1866 രൂപ. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസിന്റെ ഒരു കറക്ഷനാണ് ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ധാരാളം പ്രേക്ഷകർ ക്വരീസ് ചോദിക്കുന്നതിൽ ബിനു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽടെലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാറിന്റെ ഒരു വ്യൂ ആണ്. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ വന്നൊരു അപ്ഡേഷൻ കമ്പനിക്ക് ഒരു പുതിയൊരു ഓർഡർ കൂടി കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. 113 കോടി രൂപയുടെ ഒരു ഓർഡർ ആയിരുന്നു കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. റെയിൽടെലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഒരു നേട്ടത്തിൽ വ്യാപാരം 10% ഉയർന്ന 340 രൂപയിലായിരുന്നു ഏകദേശം വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ വ്യൂ. റെയിൽടെൽ, IRCTC, ഇർകോൺ, RVNL, IRFC മുതലായ റെയിൽവേ സ്റ്റോക്സിലൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു കറക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇത്തരം സ്റ്റോക്സിലൊക്കെ തന്നെ ബെയറിഷായി മാറിയിട്ടുമുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് നമ്മളൊരു പ്യോർ ട്രേഡിംഗ് സ്പെക്കുലേഷൻ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് റിസ്കി. കാര്യം ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് നമ്മളൊരു ലോങ് ടേം വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. റെയിൽടെലിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 280 രൂപയ്ക്ക് അടുത്ത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു 260-280 രൂപയുടെ സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഇഫ് വി ആർ കംഫർട്ടബിൾ വിത്ത് ദി ഫൈനാൻഷ്യൽസ് ഓഫ് ദ കമ്പനി നമുക്ക് ലോങ് ടേമിന് വേണ്ടി കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മാൻകൈൻഡ് ഫാർമയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. മാൻകൈൻഡ് ഫാർമയെ സംബന്ധിച്ച് മാൻകൈൻഡ് ഫാർമയിൽ ലോങ് ടേം വ്യൂ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മാൻകൈൻഡ് ഫാർമ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി മാസങ്ങളായിട്ടില്ല. ഇൻഫാക്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനെ തുടർന്ന് സ്റ്റോക്ക് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ജനുവരി മാസത്തിൽ 2280 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഹസ് ബീൻ കൺസോളിഡേറ്റിംഗ്. സോ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. 2240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു അപ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% ഒരു മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായത്. സോ ഈ റൈറ്റ്സ് ഇഷ്യൂ കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലോട്ട് ഒത്തിരി കൂടെ ലിക്വിഡിറ്റി വരും. ആ ഒരു ലിക്വിഡിറ്റി വരുന്ന സമയത്ത് സ്റ്റോക്കിൽ വീണ്ടും ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ നമ്മൾ ആ ഒരു വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് എനിക്ക് തോന്നുന്നില്ല 23-24 രൂപയുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. അപ്പം അരുൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% നേട്ടത്തിൽ 183 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. JTL is a classic case of a small cap stock. സോ ഈ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾ ഒത്തിരി നേട്ടം നൽകി. ഫെബ്രുവരി മാസത്തിൽ ഇതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 278 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂസ്ലി വി ഹാവ് സീൻ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. സോ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. സോ അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. 2 മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് 200 രൂപയിലും അതിനെ തുടർന്ന് 220 രൂപയിലും.
മറ്റൊരു പ്രേക്ഷകൻ സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സീകോസ്റ്റ് ഷിപ്പിംഗ് സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ 1.87% ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയൂ. കോസ്റ്റ് ഷിപ്പിംഗ് സർവീസസ് ലിമിറ്റഡ്. സ്പെല്ല് ചെയ്യാം സാർ, SEACOAST. എനിക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി ഗ്രീനുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. അദാനി സ്റ്റോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് അതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. ബട്ട് കഴിഞ്ഞൊരു മേ ബി ഒരു 4-5 സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്സിൽ കുറെ അധികം വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി ഗ്രീനിന്റെ കേസിൽ 1630 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ ഒരു കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ സേഫ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ 2040 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോ അദാനി ഗ്രൂപ്പിലുള്ള എല്ലാ സ്റ്റോക്സും കൂടെ നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ട്രേഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ അദാനി വിൽമ. അദാനി വിൽമ കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് അണ്ടർ പെർഫോമിംഗ് ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് വന്നിട്ട് 320 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ബേസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പൊസിഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഈ സ്റ്റോക്കിൽ വളരെ സേഫ് ആയിട്ട് നമുക്കൊരു സോൺ വേണമെങ്കിൽ 370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു പ്രേക്ഷകരും ജിയോഫിനുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ജിയോഫിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഇതിലെ ഒരേ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിൽ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കായത്. സോ ഈ ഹൈ ലെവൽസിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഐ വോണ്ട് അഡ്വൈസ് എ പുതിയ പൊസിഷൻ. ബട്ട് ഷോർട്ട് ടേമിന് ആണെങ്കിൽ 318 രൂപയുടെ സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു ട്രേഡിംഗ് അവസരത്തിന് ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് 350, 360 ആ റേഞ്ചിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യും. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ അശോക് ലൈലാൻഡിന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2% നേട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എൻറ്റയർ ഓട്ടോ സ്പേസ് നോക്കുമ്പോഴേക്കും മറ്റ് ഓട്ടോ സ്റ്റോക്സിനെ അപേക്ഷിച്ച് വൺ ഓഫ് ദ വെരി ഫ്യൂ അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്സ് അശോക് ലേലൻഡ്. അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അശോക് ലേലൻഡിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കിൽ തൽക്കാലം ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഞാൻ ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഒപ്പം തന്നെ സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് കല്യാൺ ജ്വല്ലേഴ്സിലുള്ള സാറിന്റെ വ്യൂ കൂടി ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ കല്യാൺ ജ്വല്ലേഴ്സ് ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം ഒരു സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ ലെവൽ ആയിട്ടുള്ള 420 രൂപയിലും മേജർ സപ്പോർട്ട് ബേസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അറൌണ്ട് 403 റുപ്പീസ്. സോ 403 മുതൽ 420 രൂപ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. സോ ആ ഒരു 420ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് അപ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ.